ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ലോങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരീക്ഷകളൊക്കെ അടുത്തിരിക്കുകയാണല്ലോ അല്ലേ. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഒന്നാം പാദവാർഷിക പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പുതിയ സിലബസിലെ പുതിയ മാറിയ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഉപകാരപ്പെട്ടവരിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് പഴയ പാറ്റേൺ രീതിയിൽ തന്നെയാണ്. ഫസ്റ്റ് ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ, എഡിറ്റിങ്, കോൺവെർസേഷന് ആ രീതിയിലൊക്കെ തന്നെയാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷകൾ എഴുതുക. എല്ലാ പരീക്ഷകളും നല്ല രീതിയിൽ എഴുതുക. എല്ലാവിധ ആശംസകളും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി 1 വരുന്നത് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് എബൌട്ട് എ ഗേൾസ് ഫേവറേറ്റ് ഫ്രൂട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. I am thrilled that May is finally here. Now I can enjoy what I call the sweet taste of summer. Watermelons are in the stores and I plan to eat one every day for the next 3 months. I think watermelons taste better than any other fruit. Peaches, plums, and strawberries are also great in summer. I enjoy eating them too, but they just don't taste as good to me as a sweet watermelon. My whole family likes eating watermelons. We ate at least 3 watermelons a week last year. This year, I am going to eat watermelons every day all summer long. അപ്പോൾ ഇതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നത്. ഇതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വൈ ഈസ് ദ ഗേൾ എക്സൈറ്റഡ് ദാറ്റ് മെയ് ഹാസ് അറൈവ്ഡ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മെയ് വരുന്നതിൽ ആ കുട്ടി എത്രത്തോളം എക്സൈറ്റഡ്, എന്തുകൊണ്ടാണെന്നാണ്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹെർ ഫേവറേറ്റ് ഫ്രൂട്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഗേൾ ഈസ് എക്സൈറ്റഡ് ബിക്കോസ് ഷീ ക്യാൻ എൻജോയ് ദ സ്വീറ്റ് ടേസ്റ്റ് ഓഫ് സമ്മർ ഇൻ മെയ്. അതുപോലെ സെക്കൻഡിൻ്റെ വാട്ടർമെലോൺ ഈസ് ഹെർ ഫേവറേറ്റ് ഫ്രൂട്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് വിൽ ദ വാട്ടർമെലൺസ് ബി അവൈലബിൾ? വാട്ടർമെലൺസ് വിൽ ബി അവൈലബിൾ ഫോർ ദ നെക്സ്റ്റ് 3 months. എത്ര കാലം ഉണ്ടാവും എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് അതർ സമ്മർ ഫ്രൂട്ട്സ് ഡസ് ദ ഗേൾ എൻജോയ്? മറ്റേതൊക്കെ സമ്മർ ഫ്രൂട്ട്സ് ആണ് പെൺകുട്ടി എൻജോയ് ചെയ്യാറുള്ളത്? ഷീ എൻജോയ്സ് പീച്ചേഴ്സ്, പ്ലംസ് ആൻഡ് സ്ട്രോബെറീസ് ഇൻ സമ്മർ. അതുപോലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യന് നിങ്ങൾ തന്നെ എഴുതേണ്ട ഒരു ആൻസർ ആണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സമ്മർ ഫ്രൂട്ട്? നിങ്ങളുടെ സമ്മർ ഫ്രൂട്ട്, ഫേവറായിട്ടുള്ള സമ്മർ ഫ്രൂട്ട് ഏതാണെന്നാണ്. വൈ ഡു യു ലൈക്ക് ദീസ് പെർട്ടിക്കുലർ ഫ്രൂട്ട്? എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തും കൊടുക്കുക. ഇതിൽ കൊടുത്തിട്ടുള്ളത് മൈ ഫേവറേറ്റ് സമ്മർ ഫ്രൂട്ട് ഈസ് മാംഗോ. There are different kinds of mangoes and they all have got different tastes. അപ്പോൾ 5 ക്വസ്റ്റ്യൻ്റെയും 5 ആൻസറുകളുമാണ്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും. അപ്പോൾ ഇതിൽ 5 ക്വസ്റ്റ്യനും ഉള്ളതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 5 മാർക്കായിരിക്കും ഇതിനുണ്ടാവുക. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിനും 5 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാവുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി വരുന്നത് ഒരു തോട്ട്സ് ആണ്. ഇപ്പം നമ്മൾ 2 യൂണിറ്റാണ് എക്സാമിന് ഉണ്ടാവുക. ആദ്യത്തെ 2 യൂണിറ്റ്, ആ 2 യൂണിറ്റിലും കൂടിയായിട്ട് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ, ആ സ്റ്റോറികളിൽ നിന്നൊക്കെ, നമ്മുടെ റെക്കൂണിൻ്റെ സ്റ്റോറിയിൽ നിന്നൊക്കെ തോട്ട്സുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ, ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ഹാർഡ് ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. ദ ക്ലൗൺ ആൻഡ് ആനിമൽസ് ക്ലൈംബഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. ദേ ട്രൈഡ് ടു പുഷ് ദ ലിറ്റിൽ but she could not move. What would the little train think then? അഥവാ നമ്മുടെ ട്രെയിനിൻ്റെ കഥ അറിയാലോ. അതിൽ അവൾ ഒരുപാട് അവിടെ നിന്നപ്പോൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ട്രെയിൻ സ്റ്റക്കായ കഥ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും അത് മുന്നോട്ട് നീങ്ങിയില്ല. അപ്പം അതിലുള്ള ആനിമൽസും ക്ലൗണും ഒക്കെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അവരൊക്കെ ട്രെയിനിനെ തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ അത് മൂവ് ചെയ്യുന്നില്ല. വാട്ട് വുഡ് ദ ലിറ്റിൽ ട്രെയിൻ തിങ്ക് ദെൻ? അപ്പോൾ ആ ഒരു സിറ്റുവേഷന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ട്രെയിനിൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു തോട്ട്സിൽ, ഈ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നമ്മൾ എഴുതാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം.
അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഐ ഡോണ്ട് നോ വാട്ട് ഹാസ് ഹാപ്പൻ ടു മീ. ഐ ഹാവ് ട്രൈഡ് ഹാർഡ് ബട്ട് ഐ can't move. My wheels are stuck. All my friends have come out to help me. How kind they are. There is something seriously wrong with me. I must go and get examined by a mechanic. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കലുകളാവാം. ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെറിയ എക്സാമ്പിൾ മാത്രമാണ് തരുന്നത്. കൂടുതൽ കൂട്ടിച്ചേർക്കലുകളും അതുപോലെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. തേർഡ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ റൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്തൊരു കാര്യം തന്നെയാണ്. യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ റെയിൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. റൈറ്റ് യുവർ എക്സ്പീരിയൻസ്. ഒരു മഴ നമുക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് തരിക. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ തേർഡ് ആക്ടിവിറ്റി പറയുന്നത്. പിന്നെ ആക്ടിവിറ്റി 3യുടെ ആൻസറായിട്ട് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഐ ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ. ഐ ആം സോ എക്സൈറ്റഡ് വെൻ ദ റെയിൻ ഡ്രോപ്സ് ഫോൾ ഓൺ മീ. ഐ ഹാവ് ഓൾവേസ് ലവ്ഡ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ കമ്മിങ് ഫ്രം എ ഡിസ്റ്റൻസ്. റെയിൻസ് ഓൾവേസ് മേക്ക് മീ ഫീൽ ഫ്രഷ്. ദ സ്മെൽ ഓഫ് ദ എയർ when it rains is an interesting experience. So sometimes I invite my friends too to play with me when it rains. അപ്പോൾ ഇത് റെയിനൊരു പോസിറ്റീവ് വൈബിൽ എടുത്തുകൊണ്ടുള്ള ഒരു ആൻസർ ആണ്. പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത് നെഗറ്റീവായിട്ടൊക്കെ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന് ആൻസർ ആയിട്ട് കൊടുക്കാം. ദെൻ ആക്ടിവിറ്റി 4 കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ നമ്മുടെ ആര്യയുടെ സ്റ്റോറിയിൽ നിന്നാണ്. വെൻ ആര്യ വാസ് 8 years old, she wanted to be like Kalpana Chawla. She made for herself an orange spacesuit. ഓർമ്മയില്ലേ ഓറഞ്ച് spacesuit? She wore it both day and night. Arya's mother watched her odd activities and talked with her. What would be the likely conversation between Arya and her mother? അതിന് ആൻസർ ആയിക്കൊണ്ട് മദർ ചോദിക്കുന്നുണ്ട്, ആര്യ, ആർ നോട്ട് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സൂട്ട്? You're wearing it both day and night. അതിന് മറുപടി ആര്യ, astronauts have to get used to the suit, amma. Space is not safe as the earth. My suit will protect me from all dangers. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ ഒരു കോൺവെർസേഷൻ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. Arya, but Amma, Kalpana Chawla wore a suit in this when she went to space. You are just a kid playing dress up. I want to be just like her mother. I know, dear, but Kalpana Chawla was a real astronaut who went to space. You are just a kid playing dress up. എനിവേ ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അടുത്തത് ആക്ടിവിറ്റി 5 ഒരു ഡയറിയാണ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ ചെസ്റ്റർ വാസ് homesick, but he overcome the situation. He wrote his thoughts in his diary. Write a likely diary entry. അപ്പോൾ ഇവിടെ ഡയറി എഴുതുമ്പോൾ ഡേയും ഡേറ്റും മുകളിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ. മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. നോട്ട് ഹാപ്പി ടു ലീവ് മൈ mom and friends. Now I miss them a lot. Wanted to play with my friends and toys. My dear mom, so caring and loving. Her advice was encouraging. Felt lonely. Mom's absence was so painful to me. Tears rolled down from my eyes. Remembered the secret of her kissing hand. Then I opened my hand and pressed it on my cheek. Felt her presence. How surprising. I enjoyed my mom's love even in her absence. I got some new friends. I must study well and become a good student. I shall cherish today's memories forever. അപ്പോൾ അവൻ്റെ ആദ്യത്തെ ദിവസത്തിൽ അവൻ്റെ ആ മടിയും പിന്നെ അതിന് ശേഷം അമ്മ കൊടുത്തിട്ടുള്ള കിസ്സിങ് ഹാൻഡിൻ്റെ ഫീലിങ്ങും ഒക്കെയാണ് അവന് പിന്നെ എത്രത്തോളം എൻകറേജിങ് ആയി എന്നുള്ളതാണ് അവന് അന്ന് രാത്രിയിൽ വീട്ടിൽ ചെന്നതിന് ശേഷം എഴുതുന്ന ഈ ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതൊരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എഡിറ്റിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അണ്ടർലൈൻ ചെയ്യാറാണ് പൊതുവെ ഉള്ളത്. പക്ഷേ ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞു തരാം. കൂടെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കാതെ വെറുതെ മാർക്ക് മിസ്സാവാറുണ്ട്. കാരണം ചിലത് ക്യാപിറ്റലൈസേഷൻ ആയിരിക്കും, അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന കാര്യങ്ങൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഈ എഡിറ്റിംഗ് ഒന്ന് നോക്കാം നമുക്ക്. എഴുത ഫോളോയിങ് പാസേജ്. The shiny new engine was a bit friendly. You want me from Puliyu? He asked. That is not what I do.
I carry people. They sit in cars under soft seats. They look out of the windows. They eat in a nice dining car. They sleep in a fine sleeping car. How dare you ask me? The shiny new engine went without another word. How sad all the toys and dolls. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നമുക്ക് ഇതിലെ എറേഴ്സ് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. അപ്പോൾ ആ സമയം പിന്നെ മാക്സിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത് ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. അവിടെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. യു വാണ്ട് മീ ടു പുൾ യു, ഹി ആസ്ക്ഡ്. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. ഐ ക്യാരി പീപ്പിൾ. അതിലെ ഐ എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്, അപ്പോൾ അത് ക്യാപിറ്റൽ ആക്കുക. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ്. അണ്ടർ സോഫ്റ്റ് സീറ്റ്സ് ആണ്, അവിടെ അണ്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. വിത്ത് സോഫ്റ്റ് സീറ്റ്സ് ആണ്. ദേ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. ദെൻ ദേ ഈറ്റ്, അവിടെ ടി ക്യാപിറ്റലൈസേഷൻ ആണ് വീണ്ടും വരുന്നത്. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. ദേ സ്ലീപ്സ് ആവശ്യമില്ല, സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. ഹൗ ഡെയർ യു ആസ്ക് മീ, ഹൗ ഡെയർ യു ആസ്ക് മീ. ദ ഷൈനി ന്യൂ എൻജിൻ വെന്റ് വിത്തൗട്ട് അനദർ വേർഡ്. അവിടെ അനദർ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അനദർ വേർഡ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് മതി. ഹൗ സാഡ് ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ് എന്നുള്ളടത്ത് ഹൗ സാഡ് വെർ ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ് എന്നുള്ളതും ആക്കിയിട്ട് മാറ്റുക. അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്കും കൂടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ ഡിസ്കഷൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റ് സബ്ജക്റ്റിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.